വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ക്യൂരിയോസിറ്റി എന്ന ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ്. ബുക്കിൻ്റെ പേജ് 10, 11 എന്നിവയാണ്. അപ്പം നമുക്ക് ബുക്കിലേക്കൊന്ന് പോകാം. ഡൈവേഴ്സിറ്റി ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും വൈവിധ്യത്തെ പറ്റിയാണ് പറയുന്നത്. ആക്ടിവിറ്റി 2.1 ലെറ്റ് us എക്സ്പ്ലോർ ആൻഡ് റെക്കോർഡ്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെന്ന് എഴുതി വെക്കാം അല്ലേ. പ്ലാൻ ഫോർ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ ടു എ പാർക്ക് ഓർ എ നിയർ ബൈ ഫോറസ്റ്റ്. എന്താ ചെയ്യേണ്ടത്? പ്ലാൻ ഫോർ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചറൊക്കെ ആയിട്ടേ ഒരു നേച്ചർ വാക്ക് നടത്തുക. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഒരു പാർക്കിലേക്ക് അല്ലെങ്കിൽ നിയർ ബൈ ഫോറസ്റ്റിലേക്ക്. കാരണം അവിടേക്കാണല്ലോ നമുക്ക് ഇവയെ കാണാൻ പറ്റുക, ജീവികളെ കാണാൻ പറ്റുക. രണ്ടാമത്തെ, വൈൽ ഓൺ ദി നേച്ചർ വാക്ക്. ആ നേച്ചർ വാക്കിൻ്റെ സമയത്തെ ഒബ്സർവ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. വ്യത്യസ്തങ്ങളായ പ്ലാന്റ്സുകൾ കാണും, മരങ്ങളൊക്കെ കാണും, ഇൻസെക്ട്സ് കാണും, ബേർഡ്സ് കാണാം, അതിൻ്റെ അതർ ആനിമൽസ് ഇവയൊക്കെ കാണും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അവയൊക്കെ നിരീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം. ഓൾസോ നോട്ട് ദ വെതർ കണ്ടീഷൻസ്. വെതർ കണ്ടീഷൻസും കൂടെ നോക്കണേ. വെതർ ഇറ്റ് ഈസ് ഹോട്ട്, കോൾഡ്, വിൻഡി ആൻഡ് സോ ഓൺ. ഇപ്പോൾ ചൂടുള്ള സമയമാണോ അതോ തണുത്ത ക്ലൈമറ്റാണോ, കാറ്റുള്ള സമയമാണോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കണം, മനസ്സിലാക്കുകയും വേണം കേട്ടോ. യു ക്യാൻ കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളൻ ലീവ്സ് ഓർ ഫ്ലവേഴ്സ്. നിങ്ങൾക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും? യു ക്യാൻ കളക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളൻ ലീവ്സ്, വീണ് കിടക്കുന്ന ഇലകൾ, ഓർ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൂക്കൾ, അതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ക്രിയേറ്റ് എ സ്ക്രാപ്പ് ബുക്ക്. എന്നിട്ട് സ്ക്രാപ്പ് ബുക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തത്, ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ നേച്ചർ. നിങ്ങളെ പ്രകൃതി കാണുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒന്നും ഉപദ്രവിക്കരുത്. ടേക്ക് കെയർ, അവയെ സൂക്ഷിക്കണം, പരിരക്ഷിക്കണം. എൻഷുവർ ദാറ്റ് യു ഡു നോട്ട് ഡിസ്റ്റർബ് ദ പ്ലാന്റ്സ്. ചെടികളുടെ ഇല പറിക്കരുത്, അതിൻ്റെ കമ്പൊന്നും ഒടിച്ച് കളയരുത്. അങ്ങനെ യു ഡു നോട്ട് ഡിസ്റ്റർബ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ ഒന്നും ഉപദ്രവിക്കരുത്, അവയൊക്കെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇൻ ദ പാർക്ക് കാണുന്നവയെ. ഡു നോട്ട് പ്ലക്ക് ലീവ്സ് ഓർ ഫ്ലവേഴ്സ്. ലീവ്സും ഫ്ലവേഴ്സും ഒന്നും നിങ്ങൾ ചെടികളിൽ നിന്ന് പറിച്ചെടുക്കരുത്. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ് ഇൻ ടേബിൾ 2.1. ടേബിൾ 2.1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെംസ്. അതിൻ്റെ തണ്ടിൻ്റെ സ്വഭാവം, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഇൻ വേരിയസ് പ്ലാന്റ്സ്. ഓരോ പ്ലാന്റ്സിലും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ടല്ലോ, അതിൻ്റെ സ്റ്റെമ്മാണോ അല്ലെങ്കിൽ ലീവ്സ്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കണം. Some examples are given below for you in figure 2.1 and table 2.1. ഇവിടെ താഴെ 2 പടം കൊടുത്തിട്ടുണ്ട്. 3 പടമുണ്ട്. ഗ്രാസ്, തുളസി, ഹെബിസ്കസ് എന്നിവയുടെ 3 പടങ്ങൾ. അതിന് താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് 2-3 എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കാം. ടേബിൾ 2.1 ഒബ്സർവേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും കാണുന്ന ചെടികളെ പറ്റിയുള്ള നിരീക്ഷണമാണ് ഇവിടെ. ഇതിൻ്റെ ഒബ്സർവേഷൻസാണ്. ദെൻ ടേബിൾ 2.1 സീരിയൽ നമ്പർ 1, 2, 3, 4 താഴേക്ക് ലോക്കൽ നെയിം ഓഫ് ദ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെമ്മിൻ്റെ പ്രത്യേകതയുണ്ട്. ലീവ്സിൻ്റെ ഷേപ്പ് താഴെ കൊടുക്കണം. ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത, എനി അതർ ഒബ്സർവേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ട് അതും എഴുതാം. ആദ്യത്തേത് കോമൺ ഗ്രാസ് ആണ്. 1 കോമൺ ഗ്രാസ്. സ്റ്റെമ്മിൻ്റെ പ്രത്യേകത സോഫ്റ്റ് ആൻഡ് തിൻ. ലീഫിൻ്റെ പ്രത്യേകത സിംഗിൾ ലീഫ്, ഗ്രോസ് ഓൾട്ടർനേറ്റീവ്ലി ഫ്രം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ ദി സ്റ്റെം. സ്റ്റെമ്മിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ നിന്ന് ഓൾട്ടർനേറ്റായിട്ടാണ് ലീഫ് പുറപ്പെടുന്നത്. ഒന്നിടവിട്ട് ആണ് ഇല പുറപ്പെടുന്നത്. പൂക്കളോ അത് നമുക്ക് എഴുതാം. സ്മോൾ ആൻഡ് ക്ലസ്റ്റേർഡ്, അങ്ങനെ എഴുതാം. സ്മോൾ ആൻഡ് ക്ലസ്റ്റേർഡ് എന്ന് എഴുതണം കേട്ടോ. ദെൻ എനി അതർ ഒബ്സർവേഷൻസ്, ഗ്രീൻ ലീഫ്, അത് എഴുതി തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ തുളസിയുടെ കാര്യം നോക്കാം. തുളസിയുടെ പ്രത്യേകത അതിൻ്റെ സ്റ്റെം ഹാർഡാണ്, തിന്നാണ്. അടുത്തത് അറേഞ്ച്മെൻറ്റ് ഓഫ് പെയർ ഓഫ് ലീവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല, ഓപ്പോസിറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ആണ്. ദെൻ അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കാര്യം തന്നിട്ടുണ്ട്. പിങ്കിഷ് ആൻഡ് പർപ്പിൾ അത് തന്നിട്ടുണ്ട്. പിന്നെയോ എനി അതർ ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് അവിടെ എന്താ എഴുതേണ്ടത്? ലീവ്സ് വിത്ത് വേവി ടൂത്ത് മാർജിൻ, വാളിലെ പല്ലുകൾ പോലെയാണ് എൻ്റെ അരിയിരിക്കുന്നത്. ദെൻ ഹാവിങ് ആൻ അരോമാറ്റിക് സ്മെൽ, നല്ല വാസനയുണ്ട്. അപ്പോൾ എഴുതേണ്ടത് ലീവ്സ് വിത്ത് വേവി ടൂത്ത് മാർജിൻസ്, ഹാവിങ് അരോമാറ്റിക് സ്മെൽ, അതെഴുതണം. അടുത്തത് ഹെബിസ്കസ് ആണ്.
അതിൻ്റെ തന്നെ ഹാർഡാണ്. ഈ ലീവ്സിൻ്റെ കാര്യം നമുക്ക് എഴുതണം. സിമ്പിൾ ലീവ്സ് വിത്ത് വേവി ടൂത്ത് മാർജിൻ, അത്ര എഴുതിയാൽ മതി. സിമ്പിൾ ലീഫ് വിത്ത് വേവി ടൂത്ത് മാർജിൻ. അടുത്തത് ഫ്ലവേഴ്സിൻ്റെ കാര്യമാണ്. ഫ്ലവേഴ്സ് ഹാവിങ് 5 petals. 5 petals എന്ന് എഴുതിയാൽ മതി അവിടെ. ഫ്ലവേഴ്സ് വിത്ത് 5 petals. എനി അതർ ഒബ്സർവേഷനിൽ ഇറ്റ് ഈസ് എ ഷ്രബ് എന്ന് എഴുതാം. അതൊരു കുറ്റിച്ചെടിയാണ്. ഇറ്റ് ഈസ് എ ഷ്രബ്. അടുത്തത് നീമാണ്. നീം എന്ന് പറഞ്ഞാൽ വേപ്പ്. വേപ്പിന് ഉള്ളത്. ഹാർഡ് ആൻഡ് തിക്ക് സ്റ്റം, അത് എഴുതിയിട്ടുണ്ടേ. അടുത്തത് ലീവ്സ് വിത്ത് വേവി ടൂത്ത് മാർജിൻ. അടുത്തത് ഫ്ലവേഴ്സാണ്. സ്മോൾ ഫ്ലവേഴ്സ് ഹാസ് ബഞ്ചസ്, അങ്ങനെ എഴുതിയാൽ മതി. സ്മോൾ ഫ്ലവേഴ്സ് ഹാസ് ബഞ്ചസ്, ഒരു കുല പോലെ ചെറിയ പൂക്കൾ. പിന്നെ ലീവ്സ് വിത്ത് സ്മൂത്ത് സർഫസ്, അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഒരു ചെടി നമുക്ക് എഴുതാം. ടപ്പിയോക്ക. ടപ്പിയോക്ക ലീഫ് സിമ്പിൾ ലീഫാണ്. സിമ്പിൾ ലീഫ് എന്ന് എഴുതിയാൽ. ഫ്ലവേഴ്സ് സ്മോളാണ്. അടുത്തത് എനി അതർ ഒബ്സർവേഷൻ. റൂട്ട് സ്റ്റോഴ്സ് ഫുഡ് മെറ്റീരിയൽസ്, വേരിൽ ആഹാരം സംഭരിച്ച് വെക്കും, അത് എഴുതിയാൽ മതി. റൂട്ട് സ്റ്റോഴ്സ് ഫുഡ് മെറ്റീരിയൽസ്. വാട്ട് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ് എമംഗ് ദി പ്ലാന്റ്സ് ദാറ്റ് യു ഒബ്സർവ്? നിങ്ങൾ നിരീക്ഷണം ചെയ്ത ചെടികളിലും ഒക്കെ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? യു മസ്റ്റ് ഹാവ് ഒബ്സർവ് ദാറ്റ്, നിങ്ങൾക്കൊരു പക്ഷേ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്ലാന്റ്സ് ഹാവ് എ വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സ്. പ്ലാന്റ്സിന് വ്യത്യസ്തമായ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കാം? ടോൾ ഷോർട്ടും ആകാം, ചിലത് പൊക്കം കൂടുതൽ, ചിലപ്പോൾ പൊക്കം കുറഞ്ഞത്. ഹാർഡ് ബാർ സോഫ്റ്റ് സ്റ്റെം, ചിലപ്പോൾ ഹാർഡ് ആയിരിക്കും, ചിലപ്പോൾ സോഫ്റ്റ് സ്റ്റെം ആയിരിക്കും. സ്റ്റെമ്മിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഹാർഡ് ആയിരിക്കും, ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ലീവ്സ്, ലീവ്സിന് പല ഷേപ്പുണ്ട്. ആൻഡ് ദർ അറേഞ്ച്മെൻറ്റ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ചസ് ആർ ഡിഫറെൻറ്റ്. അവയുടെ ലീഫിൻ്റെ തണ്ടിൽ വിന്യസിച്ചിരിക്കുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. ദെൻ ഫ്ലവേഴ്സ് വെരിയിങ് ഇൻ കളർ, ഷേപ്പ് ആൻഡ് സെൻറ്റ്. പൂക്കൾക്ക് വ്യത്യസ്ത നിറമായിരിക്കാം, വ്യത്യസ്ത മണമായിരിക്കാം, വ്യത്യസ്ത ഷേപ്പായിരിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.